ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഓക്കെ. വിൽ യു ഗോ? വിൽ യു ഗോ? നീ പോകുമോ? വിൽ യു ഗോ? താങ്കൾ പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ പോകുമോ, നീ പോകുമോ? എല്ലാത്തിനും എന്താണ് വിൽ യു ഗോ? താങ്കൾ പോകുമോ, നിങ്ങൾ പോകുമോ, നീ പോകുമോ? ഓക്കെ. അപ്പം അതിന് ഹിന്ദിയിൽ ക്യാ തും ജാവോഗേ? ക്യാ തും ജാവോഗേ? ക്യാ തും ജാവോഗേ? നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ പോകുമോ, നിങ്ങൾ പോകുമോ, തും നിങ്ങൾ എന്ന്. ആപ്പാണ് ഹിന്ദിയിൽ താങ്കൾ എന്നുള്ളതിന് ആപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ക്യാ തും ജാവോഗേ? നീ പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ പോകുമോ? വിൽ യു ഗോ? ക്യാ തും ജാവോഗേ? ഇതിന് ആൻസർ യെസ് ഐ വിൽ ഗോ അല്ലെങ്കിൽ ഐ വോണ്ട് ഗോ, ഇതിലേതെങ്കിലും ആയിരിക്കും അല്ലേ. അപ്പം യെസ് ഐ വിൽ ഗോ എങ്ങനെ ഹിന്ദിയിൽ പറയും? ഹാ മേം ജാവൂങ്ക അല്ലെങ്കിൽ മേം ചലൂങ്ക, രണ്ടും പറയാം. ഹാ മേം ജാവൂങ്ക അല്ലെങ്കിൽ മേം ചലൂങ്ക. അതെ, ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോകും. മേം ജാവൂങ്ക, മേം ചലൂങ്ക. ഹാ മേം ജാവൂങ്ക, ഹാ മേം ചലൂങ്ക. അതെ, ഞാൻ പോകും. അപ്പം വിൽ യു ഗോ എന്നുള്ളതിന് ക്യാ തും ജാവോഗേ? അതിന് ആൻസറായിട്ട് യെസ് ഐ വിൽ ഗോ, ഹാ മേം ജാവൂങ്ക അല്ലെങ്കിൽ ഹാ മേം ചലൂങ്ക, ഞാൻ പോകും. വിൽ ഷീ കം? വിൽ ഷീ കം? അവൾ വരുമോ? നീ പോകും. ഇനി അവൾ വരുമോ? ഷീ വിൽ കം. വിൽ ഷീ കം? അവൾ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വിൽ ഷീ കം? ക്യാ വഹ ആയേഗി? ക്യാ വഹ ആയേഗി? അവൾ വരുമോ? വിൽ ഷീ കം? ക്യാ വഹ ആയേഗി? അവൾ വരുമോ? വിൽ ഷീ കം? ക്യാ വഹ ആയേഗി? നോ. അതിന് ആൻസർ എന്താണ്? നോ ഷീ വോണ്ട്. അവൾ വരില്ലെന്നാണ് പറയുന്നത്. നോ ഷീ വോണ്ട്. അപ്പോൾ വ നഹീം ആയേഗി. വിൽ ഷീ കം? ക്യാ വ ആയേഗി എന്ന് ചോദിച്ചു. അതിന് ആൻസർ നമുക്ക് അവൾ വരില്ല, നോ ഷീ വോണ്ട് എന്ന് പറഞ്ഞു. അത് ഹിന്ദിയിൽ വ നഹീം ആയേഗി, അവൾ വരില്ല, ഇല്ല അവൾ വരില്ല. വ നഹീം ആയേഗി, അവൾ വരില്ല. അപ്പം നോ ഷീ വോണ്ട്, ഇല്ല അവൾ വരില്ല. അത് വ നഹീം ആയേഗി, അവൾ വരില്ല. ഡിഡ് യു മീറ്റ് ഹിം? നീ അവളെ അല്ലെങ്കിൽ അവനെ കണ്ടോ? ഡിഡ് യു മീറ്റ് ഹിം? അവനെ കണ്ടോ? ഡിഡ് യു മീറ്റ് ഹെർ? അവളെ കണ്ടോ? രണ്ടും നമുക്ക് ചോദിക്കാം. ഹെറും ഹിമ്മും നമുക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഡിഡ് യു മീറ്റ് ഹിം? അവനെ കണ്ടോ? ഡിഡ് യു മീറ്റ് ഹെർ? അവളെ കണ്ടോ? ക്യാ ആപ് ഉൻസെ മിലേ? ക്യാ ആപ് ഉൻസെ മിലേ? അവനെ കണ്ടോ അല്ലെങ്കിൽ അവളെ കണ്ടോ? ക്യാ ആപ് ഉൻസെ മിലേ? അവളെ കണ്ടോ അല്ലെങ്കിൽ അവനെ കണ്ടോ? ക്യാ ആപ് ഉൻസെ മിലേ? യെസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. യെസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ് ഐ മെറ്റ് ഹെർ യെസ്റ്റർഡേ. हाँ മേം ഉൻസെ കൽ മിലാ ഥാ. ഹാ അതെ എന്നുള്ള അർത്ഥത്തിലാണ് ഹാ എന്ന് പറയുന്നത്, യെസ് എന്ന്. ഹാ മേം ഉൻസെ കൽ മിലാ ഥാ. ഞാൻ ഇന്നലെ അവനെ അല്ലെങ്കിൽ അവളെ കണ്ടിരുന്നു, കണ്ടു. മേം ഉൻസെ കൽ മിലാ ഥാ. ഇന്നലെ ഞാൻ അവനെ കണ്ടു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവളെ കണ്ടു. ഹാ മേം ഉൻസെ കൽ മിലാ ഥാ.
ഹൗ ഈസ് ദ വെദർ? ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഹൗ ഈസ് ദ വെദർ? മോസം കൈസാ ഹേ? മോസം കൈസാ ഹേ? മോസം വെദർ. മോസം എന്ന് പറഞ്ഞാൽ വെദർ. കൈസാ ഹേ എങ്ങനെയുണ്ട്? മോസം കൈസാ ഹേ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഹൗ ഈസ് ദ വെദർ? വെദർ കാലാവസ്ഥ. അതിന് ഹിന്ദിയിൽ മോസം എന്ന് പറയും. അപ്പോൾ ഹൗ ഈസ് ദ വെദർ? മോസം കൈസാ ഹേ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് സൈഡ്. ഇപ്പം ഭയങ്കര തണുപ്പാണ്, പുറത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് സൈഡ്. ഇനിയിപ്പോൾ ചൂട് കാലമാണെങ്കിൽ നമുക്ക് എന്ത് പറയും? ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് സൈഡ്. പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് സൈഡ്. അപ്പം ബാഹർ ബഹുത്ത് ടണ്ട് ഹേ, ബാഹർ ബഹുത്ത് ടണ്ടാ ഹേ എന്ന് രണ്ടും പറയാം. ബാഹർ ബഹുത്ത് ടണ്ട് ഹേ അല്ലെങ്കിൽ ബാഹർ ബഹുത്ത് ടണ്ടാ ഹേ. എന്താണ്? പുറത്ത് നല്ല തണുപ്പാണ്. ഇനി ചൂടാണെങ്കിൽ ബാഹർ ബഹുത്ത് ഗർമി ഹേ, ഗരം ഹേ. ബാഹർ ബഹുത്ത് ഗർമി ഹേ എന്ന് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ചൂടാണ്. ബാഹർ ബഹുത്ത് ടണ്ട് ഹേ അല്ലെങ്കിൽ ടണ്ടാ ഹേ എന്ന് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്. ബാഹർ ബഹുത്ത് ഗർമി ഹേ, പുറത്ത് ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് സൈഡ്.